നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട് ഭക്തി നിർഭരമായി. തന്ത്രി കരോളിൽ എളമണ്ണ് ആര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിക്കൽ പൂജ, കൊടിയേറ്റം, എണ്ണ സമർപ്പണം, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ മകീരം പുറപ്പാടും കൊടിയേറ്റവും ഞായറാഴ്ച നടക്കും. പ്രധാന പങ്കാളികളായ തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ഐക്കുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പുറപ്പാടും ആറാട്ടുപുഴ, ചാത്തകുടം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും നടക്കും. ഒരു കോടി വീടുകളിൽ സോളാർ പാനൽ വഴി വൈദ്യുത ഉൽപാദനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഉങ്ങിൻചുവട് കൃഷ്ണ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട് ഭക്തി നിർഭരമായി. തന്ത്രി കരോളിൽ എളമണ്ണ് ആര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിക്കൽ പൂജ, കൊടിയേറ്റം, എണ്ണ സമർപ്പണം, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. 3 ആനകളുടെ അകമ്പടിയിലും പഞ്ചാരിമേളത്തോടും ഭഗവതിയുടെ എഴുന്നള്ളിപ്പും ഭക്തി ചൊരിഞ്ഞ കടലായി കടവിൽ ആറാട്ടും നടന്നു. എഴുന്നള്ളിപ്പിൽ ദേവസ്വം ശ്രീരാമൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ദേവസ്വം അച്യുതൻകുട്ടി, ഊട്ടോളി ചന്തു എന്നിവർ കൂട്ടാനകളായി. പെരുവനം ശങ്കരനാരായണൻ മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ മകീരം പുറപ്പാടും കൊടിയേറ്റവും ഞായറാഴ്ച നടക്കും. പ്രധാന പങ്കാളികളായ തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ഐക്കുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പുറപ്പാടും ആറാട്ടുപുഴ, ചാത്തകുടം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും നടക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ രാത്രി 8:30 തന്ത്രി, ക്ഷേത്ര ഊരാളൻ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടക്കും. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ രാത്രി 9:30 പുറപ്പാട് നടക്കും. ചെമ്പട കൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കും. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് 6-ന് 7 ആനകളോടും പാണ്ടിമേളത്തോടും കൂടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും. പെരുവനം കുട്ടന്മാരാർ മേളം നയിക്കും. ആറാട്ടിനു ശേഷം മുല്ലയ്ക്കൽ ഭഗവതിയുടെ ആദ്യ പറ സ്വീകരിച്ച് ചെറുജനം ദേശത്തെ പറയെടുപ്പുണ്ടാകും. അമ്പലപ്പിള്ളി മനക്കൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് വൈകിട്ട് 6-ന് കൊടിയേറ്റവും ചമയദ്രവ്യങ്ങളുടെ സമർപ്പണവും നടക്കും. ഐക്കുന്ന പാണ്ഡവഗിരി ദേവിയുടെ മകീര്യം പുറപ്പാട് വൈകിട്ട് 7-ന് നടക്കും. തന്ത്രി, ബ്രാഹ്മണിയമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ വാദ്യമേളത്തോടെ എഴുന്നള്ളിപ്പ് നടക്കും. കോടന്നൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ 8:30 കൊടിയേറ്റം, വൈകിട്ട് 7:30 പൂരം പുറപ്പാട്, കൂട്ടപ്പറ നിറയ്ക്കൽ, പരിയാരത്ത് രാജന്മാരാരുടെ നേതൃത്വത്തിൽ മേളം, വെടിക്കെട്ട് എന്നിവയും നടക്കും. ഒരു കോടി വീടുകളിൽ സോളാർ പാനൽ വഴി വൈദ്യുത ഉൽപാദനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരു മുൻകൈ എടുത്തിട്ട് നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞ സമയത്ത് അവർ വരാൻ അതിന് ആദ്യമേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നന്ദി അറിയിക്കുന്നു പഞ്ചായത്തിന്റെ പേരിൽ. മറ്റൊരു കാര്യമുള്ളത്, ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ എത്തരത്തിൽ ഇതിനെ സമീപിക്കണം, ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയണം. അപ്പം അതിന് ഏറ്റവും നല്ലത് നമ്മളുടെ KSEBയിൽ വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് KSEB. അതിൽ നിന്നൊരാളെ അപ്പോൾ നമ്മൾ വളരെ വൈകിയാണ് അവരോട് ഡേറ്റ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ KSEB നമുക്കത് വരാൻ സമ്മതിക്കും. ഗോകുൽ സാറ് ഇവിടുത്തെ ആൾ വളരിയിലെ സബ് എഞ്ചിനീയറാണ്, അന്നിക്കാടാണ് വീട്. പക്ഷേ ആൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് നമ്മളാളെ ബന്ധപ്പെടില്ലായിരുന്നു, നമ്പർ സംഘടിപ്പിച്ച് ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. അതിനാൾ വരാമെന്ന് ഏറ്റവും അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമാണ്. രജിസ്ട്രേഷൻ തന്നെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയിലാണ്.
വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യ ശോഭി, വാർഡ് മെമ്പർമാരായ രമണി നന്ദകുമാർ, സായ രാമചന്ദ്രൻ, വൃന്ദ ദിനേശ് എന്നിവർ സംസാരിച്ചു. തപാൽ വകുപ്പ് ജീവനക്കാർ രജിസ്ട്രേഷനായി ക്യാമ്പിൽ പങ്കെടുത്തു. KECB സബ് എഞ്ചിനീയർ ഗോകുൽ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി കേന്ദ്ര സർക്കാർ പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ സുവനീർ പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഉങ്ങിൻചൂട് കൃഷ്ണ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മദനമോഹനാട്ടം വല്ലാണ്ട് ആവേശം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ കുറേ അനുവദിച്ച സന്തോഷം, ഇനിയും കുറേ അനുവദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പ്രസിഡന്റിനോടാണ് പറയേണ്ടത്. പ്രസിഡന്റാണ് ഇനി ചെയ്യേണ്ടത്. പൈസയൊക്കെ ഒരു വാർഡിലേക്ക് ഒരെണ്ണം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഏത് പാർട്ടി ഭരിക്കണതാണോ നോക്കില്ലേ, ആ വാർഡിലെ ഏറ്റവും എടുക്കേണ്ടതായ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുക്കാം എന്ന രീതിയിൽ ഒരു പദ്ധതി ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാർഡിൽ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പ്രസിഡന്റ് ചെയ്യാം. ഇത്രേ പറഞ്ഞുള്ളൂ. മദനമോഹനേട്ടൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് ആളോട് ഇപ്പോൾ പേര് പറഞ്ഞിട്ട് ആളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ. അങ്ങനെ MLA ആശ്രയിക്കുന്നത് കൊണ്ട് ഇതിൽ അനുവദിച്ചതിന് നന്ദിയും ഇനി കൂടുതൽ അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിവാദ്യം കൂടി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്നും നമ്മൾ ഒഴിവാക്കണില്ല. എല്ലാ രീതിയിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം എങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തി നമുക്കത് മികച്ച റോഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വല്ലച്ചിറ പഞ്ചായത്തിലാണെങ്കിൽ എല്ലായിടത്തും കൊച്ചു കൊച്ചു റോഡുകളാണ്. അത് പ്രത്യേകത എല്ലാ സ്ഥലത്തും ഈ മണ്ഡലത്തിൽ എവിടെയും കാണാത്ത രീതിയിലാണ് ചെറിയ ചെറിയ റോഡുകൾ, നിരവധി വഴി തെറ്റിപ്പോകും ചില സമയം. ഒരേ സ്ഥലത്ത് ഒരേപോലത്തെ റോഡുകൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് അവിടെയും പണിത്. നമ്മളല്ലേ നേരത്തെ പോയ പിടിക്കപ്പറമ്പ് സ്ട്രീറ്റ് 1ലും രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് ടാറിങ്. അപ്പോൾ അത് നല്ല റോഡായി. 12 വീട്ടുകാരാണ് അവിടെ ഉള്ളത് അല്ലേ. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 6,40,000 രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, CR മദനമോഹനൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ശങ്കരനാരായണൻ, PS നിഷ, സന്ധ്യാകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോന്റെ സ്മാരകമായി ചേനം സെന്ററിൽ സ്ഥാപിച്ചിരുന്ന സ്മാരകം സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ. ശനിയാഴ്ച രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചേർപ്പ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. CPI ചേനം ബ്രാഞ്ച് 30 കൊല്ലം മുമ്പ് നിർമ്മിച്ച ഈ സ്തൂപത്തിലെ കാൽ നാട്ടിയത് CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VK രാജനാണ്. സാമൂഹ്യ വിരുദ്ധരാണ് ഇത് തകർത്തതെന്ന് സംശയിക്കുന്നതായി CPI ചേനം ബ്രാഞ്ച് സെക്രട്ടറി CM ഷക്കീർ പറഞ്ഞു. ഇത് കേവലം ടൂറിസ്റ്റുകൾ നിർമ്മിക്കപ്പെട്ടവരും ഒരു മൺതിട്ടകൾ മാത്രമല്ല, കേരളത്തെ എക്കാലത്തെയും വാഴ്ത്തപ്പെടുന്ന CPIയുടെ മുഖ്യമന്ത്രി സഖാവ് C അച്യുതമേനോൻ്റെ പേരിലുള്ള ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ ചേനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആവേശവും അത്താണിയായിരുന്ന സഖാവ് C അച്യുതമേനോൻ. ആ സഖാവിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള എന്ത് വികാരമായാലും അതിനെ ഒറ്റപ്പെടുത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. ഈ അക്രമികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് CPI ചേനം ബ്രാഞ്ചിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ചേനം പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ടിട്ടുള്ള ചില ആളുകളുടെ കുത്സിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്മാരകം നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഷക്കീർ ഇന്ന് രാവിലെ ചേർപ്പ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചേനം ഗ്രാമത്തിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്ക് ശേഷമാണ് 1 മണി വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് നടന്നിട്ടുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കണമെന്ന് മനഃപൂർവ്വം
തീരുമാനമെടുത്തിട്ടുള്ള ചില ആളുകളുടെ ഒരു കുബുദ്ധിയാണ് ഇത്തരത്തിലുള്ള ഈ അച്യുതമേനോൻ്റെ പേരിലുള്ള മുൻ മുഖ്യമന്ത്രിയുടെ നാമധേയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സ്മാരകത്തിൻ്റെ തകർക്കപ്പെട്ടിട്ടുള്ളത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2023-2024 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച വാട്ടർ കിയോക്സിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും വന്ന് പണം കൊടുക്കാതെ വെള്ളം എടുത്ത് പോകാൻ ശുദ്ധീകരിച്ച വെള്ളം കിട്ടാവുന്ന ഒരു അവസരം ഒരുക്കി ഇങ്ങനെ ഒരു വാട്ടർ കിയോസ്ക് ഇവിടെ സജ്ജീകരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ വളരെ മാതൃകാപരമാണ്. നിരവധി മാതൃകാ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ വാട്ടർ കിയോസ്കിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ശങ്കരനാരായണൻ, PS നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യകുട്ടൻ, സുബ്രഹ്മണ്യൻ, CR മദനമോഹനൻ, പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പിടിക്കപ്പറമ്പ് സ്ട്രീറ്റ് 1 റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ശങ്കരനാരായണൻ, PS നിഷ, സന്ധ്യകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മണ്ഡലം LDF ചെയർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി കൺവെൻഷന് ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഉയർന്നു വരുന്ന സംഭാഷണം കേൾക്കുമ്പോൾ എത്രമാത്രം പ്രിയങ്കരനാണ് ശ്രീ സുനിൽകുമാർ ഈ നാടിന് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, CPIയുടെ നേതാവായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. അതിനപ്പുറം ഈ പ്രദേശത്തിൻ്റെ സാധാരണക്കാരുടെ ഒരു സുനിച്ചേട്ടനായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ പലയിടങ്ങളിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളോടൊപ്പം നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോകുമ്പോൾ ഒരു മുൻ മന്ത്രിയായിട്ടല്ല, ഒരു മുൻ MLA ആയിട്ടല്ല, ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല, പക്ഷെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഹൃദയ വികാരമായി ശ്രീമാൻ VS സുനിൽകുമാർ ആണ് എന്ന് എനിക്ക് വ്യക്തമാണ്. PV അശോകൻ അധ്യക്ഷത വഹിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ആണ് ഈ റിസൾട്ട് ഇന്ന് ഭരിക്കുന്ന NDA സർക്കാരിന് അനുകൂലമായി വന്നാൽ അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവനകൾ, ആ സംഭാവനകൾ ഇന്ന് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു, എത്ര കൊടുത്തു എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ്,
CPIM ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KR രമേശ് കുമാർ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, KG സന്തോഷ് കുമാർ, സഞ്ജു കാട്ടുങ്ങൽ, MG ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് M മധു, സെക്രട്ടറി M നാരായണദാസ്, ട്രഷറർ TS സനത് എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് പോലീസ് ജനമൈത്രി സമിതിയുടെയും സെന്റർ നമ്പർ 7 പുലരി അങ്കണവാടിയുടെയും നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം ശ്രുതി വിജിൽ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ CV ലൈജു മോൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഞാൻ വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ജനമൈത്രിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇങ്ങനെ എല്ലാ രീതിയിലും സഹകരിക്കുന്ന ആളാണ്. ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, ബോധവൽക്കരണം നടത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തികളാണ് നിങ്ങൾ. പ്രായമായ ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നത്. നിങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതിലുപരി മാനസികമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്. അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയും ഏകദേശം നന്നായിട്ട് അറിയാൻ ഉള്ള സാഹചര്യം വരുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥരായ ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളോട് ഇന്ന് ഒരു സംവദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ വയോജനങ്ങൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന നിങ്ങൾ മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും. ബീറ്റ് ഓഫീസർ CP റിൻസൺ, സമിതി കോഓർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, അങ്കണവാടി വർക്കർ അനിത ബാലൻ എന്നിവർ സംസാരിച്ചു. സമിതി അംഗങ്ങളായ രഞ്ജീഷ് വല്ലത്ത്, മുഹമ്മദ് അൽതാഫ്, ഹെൽപ്പർ റൂബി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മതേതര രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യത്തെ സംഘപരിവാർ ശക്തികളെ ഉപയോഗപ്പെടുത്തി ഛിന്നഭിന്നമാക്കാനും അതുവഴി വർഗീയ പ്രീണനം നടത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള മോദിയുടെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഒന്നിക്കണമെന്നും തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K മുരളീധരനെ വിജയിപ്പിക്കണമെന്നും കൺവെൻഷനിൽ ആഹ്വാനം ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 420 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്ന വിഷയമല്ല പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ സബ്സിഡികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യമല്ല പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് രാജ്യത്തിൻ്റെ 1955 തീരുമാനിച്ചെടുത്ത പൗരത്വ ഭേദഗതി, ആ ഭേദഗതിയെ വെട്ടിമാറ്റിക്കൊണ്ട് പകുത്തു മാറ്റിക്കൊണ്ട് ഒരു ഭേദഗതി ഉണ്ടാക്കി രാജ്യത്തിൻ്റെ വെളിയിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന അവിടുത്തെ ന്യൂനപക്ഷക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന തീരുമാനമെടുക്കുന്ന സർക്കാർ അതേ രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയുന്ന തരത്തിൽ ഈ സർക്കാർ മാറുന്നത് എന്നുള്ളത് കൊച്ചുമുഖ പറഞ്ഞ പോലെ ഇതൊരു വരേണ്യ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കാനാണ് ഈ 18ാമത്തെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP നോക്കിക്കാണുന്നത്. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, നാട്ടിക നിയോജക മണ്ഡലം UDF ചെയർമാൻ ബിജു കുണ്ടുകുളം, കേരള കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിജോ കല്ലേരി, മുസ്ലിം ലീഗ് ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കബീർ, CN ഗോവിന്ദൻകുട്ടി, സുജീഷ കള്ളിയത്ത്, KK അശോകൻ, സിജോ ജോർജ്, മജീദ് മുത്തുള്ളിയാൽ, ജോർജ് ആൻഡോ, K രാമചന്ദ്രൻ, ജോൺ ആന്റണി, CK ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. KK കൊച്ചുമുഹമ്മദ് ചെയർമാനായും പബ്ലിസിറ്റി ചെയർമാൻ TN ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം ഉപാധികളോടെ അനുമതി നൽകി. അനുമതിക്കായി ജനുവരി 14-ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ അപേക്ഷ നിരസിച്ച് മാർച്ച് 12-ന് ഉത്തരവിറക്കിയിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി കേരള ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഉപാധികളോടെ വെടിക്കെട്ട് നടത്താൻ കോടതി അനുമതി നൽകി. ഇതിന് തുടർച്ചയായി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ജില്ലാ ഭരണകൂടത്തിന് വീണ്ടും അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് മാർച്ച് 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് നടത്താനാണ് അനുമതി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 17-ന് ഞായറാഴ്ച തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന് തുടക്കമാകും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-നും 3:15-നും മധ്യയുള്ള കർക്കിടകൻ രാശിയിലാണ് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ചടങ്ങ് നടക്കുക. ഊരായ്മക്കാർ ക്ഷേത്രത്തിലെത്തി നിയമവിടിക്ക് അനുവാദം നൽകും. തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തുന്ന ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കുവാൻ അനുവാദം നൽകും.
തുടർന്ന് തൃക്കോൽശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞാൽ തേവരെ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളിക്കും. 5 ആനകളോടെ സ്വർണ്ണക്കോലത്തിലാണ് തൃപ്രയാർ തേവർ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളുക. ആറാട്ടിന് ശേഷം തൃപ്രയാർ തേവർ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. തുടർന്ന് പാണിക്കുട്ടി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറിൽ കരയിൽ തേവർക്ക് ചെമ്പരലാട്ട് നടക്കും. ഈ മാസം 18-ന് നടക്കൽ പൂരം കഴിഞ്ഞാൽ തേവർ വൈകിട്ട് കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ട് പിറ്റേന്ന് കുളർപ്പിന്റെ പടിക്കൽ നിയമപടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തും. ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്രാഹ്മണയിൽ കുളിയിലും രാത്രിയോടെ കുറുക്കൻകുളത്തിലും ആറാട്ട് നൽകും. ഈ മാസം 20-ന് ബുധനാഴ്ച രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം കോതകുളം ആറാട്ടം കഴിഞ്ഞാണ് പടിഞ്ഞാറേക്കരയിൽ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളുക. രാത്രി രാമൻകുളം ആറാട്ടും ഇല്ലത്തെ പറയും കഴിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുക. ഈ മാസം 21-ന് വ്യാഴാഴ്ച വൈകിട്ട് നിയമവിടിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന തേവർ ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പള്ളി മനകളിലും മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുപ്പ് നടത്തും. ഈ മാസം 22-ന് വെള്ളിയാഴ്ച വൈകിട്ട് കുട്ടൻകുളം ആറാട്ടിനും തന്ത്രിയില്ലത്തെ പൂരത്തിനുമായി തേവർ എഴുന്നള്ളും. ശനിയാഴ്ച വൈകിട്ട് നിയമപിടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിയുന്നതോടെ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പള്ളിയോടത്തിൽ പുഴ കടക്കും. തൃപ്രയാർ ക്ഷേത്രത്തിലെ 1199 ME പൂരം പുറപ്പാട്, ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തേവരുടെ മകീരം പുറപ്പാട് ഈ ഞായറാഴ്ച മാർച്ച് 17-ന് ആണ് ആഘോഷിക്കുന്നത്. അത് ഉച്ചയ്ക്ക് 2:15-നും 3:15-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് പുറപ്പാടിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നത്. അതിനാവശ്യമായ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഏകദേശമായിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും അന്ന് തന്നെ അന്നദാനം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വലിയ വേനൽ ചൂടിനെ കണ്ടുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനുമായിട്ട് പന്തലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പൂരം പുറപ്പാടിനോടനുബന്ധിച്ച് 17-ാം തീയതിയാണ് മകീര പുറപ്പാട്. 2:15-നും 3:15-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് നടക്കുന്നത്. പിന്നെ അടുത്ത ദിവസം നടക്കൽ പൂരമാണ്. ഏകദേശം ഒരു 7:30 മണിയോടെ ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ 3 ആനകളുടെ അകമ്പടിയോടുകൂടി ാണ് അന്ന് നടക്കൽ പൂരം. അത് പുത്തൻകുളത്തിലാണ് അതിൻ്റെ ആറാട്ട്. വൈകിട്ട് 4 മണിക്ക് കാട്ടൂര് പൂരത്തിന് പുറപ്പെടും. തൃപ്രയാർ കിഴക്കേ നടയിലെത്തുന്ന തേവരെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുക. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്രംവിളക്ക് ദിനത്തിൽ തിരിച്ചെഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് മകീരം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിച്ചാണ് സ്വീകരണം നൽകുക. പാലിശ്ശേരി ALP സ്കൂളിൽ പഠനോത്സവം 2024 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VA ജോൺസൺ, ആന്റണി AA, BRC കോർഡിനേറ്റർ അഞ്ജു CR, PC ജോസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ക്ലൻസി ഫ്രാൻസിസ്, സ്റ്റാഫ് പ്രതിനിധി ഫെമി റോസ്, PTA പ്രസിഡന്റ് വിൻസി സജി, PTA വൈസ് പ്രസിഡന്റ് നിമിഷ, MPTA പ്രസിഡന്റ് നീതു MR എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ക്ലാസ് പ്രവർത്തനങ്ങളെ കോർത്തിണക്കി മനോഹരമായ രീതിയിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ പഠന മികവ് പ്രവർത്തനങ്ങളും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. തുടർന്ന് കുട്ടികളുടെ രക്ഷിതാക്കളെയും അതിഥികളെയും ഉൾപ്പെടുത്തി കടങ്കഥ പയറ്റ് നടത്തി വിജയികൾക്ക് സമ്മാനം നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ചേർപ്പിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത പ്രാദേശിക മില്ലറ്റ് ഭക്ഷണ രീതികൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണവും മില്ലറ്റ് ഫുഡ് എക്സിബിഷനും സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ ഗീത, ICDS സൂപ്പർവൈസർമാരായ സൂയ, ഷെമീന, അംബിക, NNM സ്റ്റാഫ് ഭാഗീരഥി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് ICDS വർക്കേഴ്സിന്റെ മില്ലറ്റ് ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു. ചേറ്റുവ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീരകക്കഞ്ഞി വിതരണം നടന്നു. ചേറ്റുവ മഹൽ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തായിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മഹല്ലു ഖത്തീബ സലീം ഫൈസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കൂട്ടപ്രാർത്ഥനയും നടന്നു. കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കൊട്ടിലിങ്ങൽ, അഷ്റഫ് PT ബഷീർ എന്നിവർ നേതൃത്വം നൽകി. റംസാൻ 1-ന് ആരംഭിച്ച ജീരകക്കഞ്ഞി വിതരണം എല്ലാ ജാതി മതസ്ഥർക്കും സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. വൈകിട്ട് 4 മണി മുതലാണ് ജീരകക്കഞ്ഞി വിതരണം. റംസാൻ 30 ദിവസവും ചേറ്റുവ ജുമാ മസ്ജിദിലും മഹല്ലിന് കീഴിലുള്ള പരിസരത്തെ മറ്റ് മസ്ജിദുകളിലും ജീരകക്കഞ്ഞി വിതരണം തുടരുമെന്ന് ചേറ്റുവ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അറിയിച്ചു.
അരിമ്പൂർ പഞ്ചായത്ത് 2023-2024 ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങളും അങ്കണവാടികൾക്ക് വെയിങ് മെഷീനും വിതരണം ചെയ്തു. അഴിമതിയെ ദേശവൽക്കരിച്ച ഗവൺമെന്റായി മാറി BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് DCC ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ UDF നാട്ടിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ തീരെഴുതി കൊടുത്തും അഴിമതി നടത്തിയും പൗരത്വ നിയമമടക്കം ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ നോക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെയും അഴിമതിയും ദൂർത്തും മാത്രമാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ജനം UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് വിധിയെഴുതുമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഒട്ടനവധി പേർ സംസാരിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഏറ്റവും അവസാനമായി നമ്മുടെ രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, ഏറ്റവും പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മറച്ചുവെക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും മറച്ചുവെക്കാൻ കഴിയാതെ സുപ്രീം കോടതിയുടെ സമ്മർദ്ദത്തോടു കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ വാക്താക്കളായി BJP മാറിയ ഇലക്ട്രൽ ബോണ്ട് വിഷയം ഉൾപ്പെടെ, അത് കഴിഞ്ഞ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അജണ്ട മാറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി BJPയും സംഘപരിവാർ ഭരണകൂടവും നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ചേരിതിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ പൗരത്വ ഭേദഗതി നിയമം 4 വർഷം മുമ്പ് പാർലമെന്റ് അവരുടെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കി വെച്ച പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 2 ദിവസം മുമ്പ് ചട്ടങ്ങൾ ഏർപ്പെടുത്തി അത് നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുലിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്, VR വിജയൻ, AN സിദ്ധപ്രസാദ്, ജനറൽ കൺവീനർ KA കബീർ എന്നിവർ സംസാരിച്ചു. PH മുഹമ്മദ്, P വിനു, TV ഷൈൻ, CS മണികണ്ഠൻ, PK നന്ദനൻ, റീന പത്മനാഭൻ, ജയസത്യൻ, രഹന ബിനീഷ്, ബിന്ദു പ്രദീപ്, റസീന ഖാലിദ്, KR ദാസൻ, ശ്രീദേവി മാധവൻ, KK മുഹമ്മദ്, PK ഷാഹുൽ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6059 രൂപ, പവന് 48,472 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട് ഭക്തി നിർഭരമായി. തന്ത്രി കരോളിൽ എളമണ്ണ് ആര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിക്കൽ പൂജ, കൊടിയേറ്റം, എണ്ണ സമർപ്പണം, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ദേവസംഗമത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ മകീരം പുറപ്പാടും കൊടിയേറ്റവും ഞായറാഴ്ച നടക്കും. പ്രധാന പങ്കാളികളായ തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ഐക്കുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പുറപ്പാടും, ആറാട്ടുപുഴ, ചാത്തകുടം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും നടക്കും. ഒരു കോടി വീടുകളിൽ സോളാർ പാനൽ വഴി വൈദ്യുത ഉൽപാദനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഉങ്ങിൻചുവട് കൃഷ്ണ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.